ഹായ് ഗെയ്സ്, വെൽക്കം ടു വിഹിലെ. പ്രപഞ്ചത്തിൻ്റെ രഹസ്യങ്ങൾ തേടി യാത്ര തിരിച്ച മനുഷ്യൻ്റെ ഏറ്റവും പുതിയ കൂട്ടുകാരനാണ് ജെയിംസ് സ്പേസ് ടെലിസ്കോപ്പ് അഥവാ JWST. വർഷം 1990 ഏപ്രിൽ 24 പ്രപഞ്ചത്തിൻ്റെ രഹസ്യങ്ങളുടെ ചുരുളുകൾ അഴിക്കുവാനായി മനുഷ്യൻ നടത്തിയ മഹദൗത്യങ്ങളിലൊന്നായിരുന്നു STS-31 തോളിലേറി ബഹിരാകാശത്തിൻ്റെ അനന്തതയിലേക്ക് തൻ്റെ കണ്ണുകൾ തുറക്കുവാനായി പുറപ്പെട്ട ഹബിൾ. പ്രപഞ്ചത്തെ അടുത്തറിയുവാനായി മനുഷ്യരാശി നടത്തിയ ആദ്യകാല പരിശ്രമങ്ങളിൽ ഒന്നായിരുന്നു അത്. തൻ്റെ കണ്ണുകൾ തുറന്ന് പ്രപഞ്ചത്തിൻ്റെ അനന്തതയിലേക്ക് നോക്കിയ ഹബിൾ നമുക്കനേകം അറിവുകളും നേടിത്തരികയുണ്ടായി. എന്നാൽ കാലങ്ങൾ മുൻപോട്ട് പോകുകയും ഇൻഫ്രാറെഡ് കിരണങ്ങളിലൂടെ പ്രപഞ്ചത്തെ ദർശിക്കുവാൻ കഴിവുള്ള JWST മുൻപോട്ട് വരികയും പ്രപഞ്ചത്തിൻ്റെ പിൻകാലത്തേക്ക് യാത്രകൾ നടക്കുകയും പ്രപഞ്ചത്തെക്കുറിച്ചുള്ള നമ്മുടെ കാഴ്ചപ്പാടുകൾ മാറ്റി മറിക്കുകയും ചെയ്തു. കോടിക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് ഈ പ്രപഞ്ചത്തിൽ ജന്മമെടുത്ത പ്രകാശത്തിൻ്റെ കിരണങ്ങൾ അനന്തമായ ബഹിരാകാശത്തിലൂടെ കാലങ്ങളായി നടത്തുന്ന സഞ്ചാരത്തിൻ്റെ ഫലമായി നമ്മളിൽ എത്തിച്ചേരുന്ന സമയം ഇൻഫ്രാറെഡ് തരംഗങ്ങളായി അവ മാറിയിട്ടുണ്ടായിരിക്കാം. ഹബിൾ ടെലിസ്കോപ്പിൻ്റെ കണ്ണുകൾക്ക് അവയെ കാണുവാനായി സാധിക്കുകയില്ലായിരുന്നു. ആയതിനാൽ തന്നെയായിരുന്നു അന്നേ വരെ കാണാത്ത പ്രപഞ്ചത്തിൻ്റെ ആദ്യകാല ചിത്രങ്ങൾ നമുക്ക് നൽകിയ ജെയിംസ് വെബിനെ പ്രപഞ്ചത്തിൻ്റെ ഹീറ്റ് വിഷൻ ക്യാമറ എന്നും നമ്മൾ വിശേഷിപ്പിച്ചത്. ജെയിംസ് വെബ് തൻ്റെ പാനലുകൾ വിടർത്തി പകർത്തിയ ആദ്യകാല ചിത്രങ്ങളിലൊന്നായിരുന്നു കരിയർ നെബുലയുടേത്. പാറക്കെട്ടുകളും പൊടിപ്പടലങ്ങളും വാതകങ്ങളും നിറഞ്ഞ അവിസ്മരണീയമായ ഒരു ആകാശ വിസ്മയം. ഇതിനെയായിരുന്നു നാം ഒരു കോസ്മിക് ക്ലിഫ് എന്ന് വിശേഷിപ്പിച്ചതും. നക്ഷത്രങ്ങളുടെ ജന്മസ്ഥലമായ ഇവിടെയായിരുന്നു പുതിയ നക്ഷത്രങ്ങൾ പിറവിയെടുത്തിരുന്നത്. ഹബിൾ പകർത്തിയ ചിത്രങ്ങളിൽ ഇവ തീർത്തും അവ്യക്തവുമായിരുന്നു. എന്നാൽ ജെയിംസ് വെബ് തൻ്റെ ഇൻഫ്രാറെഡ് കണ്ണുകളിലൂടെ അവിടെ നടത്തിയ തേടലുകളിൽ ഓരോ പൊടിപ്പടലത്തിലും ഓരോ വാതക മേഘത്തിലും ജീവൻ തുടിക്കുന്ന അതിമനോഹരമായ ഒരു വിസ്മയ കാഴ്ചയും നമുക്ക് കാണുവാനായി സാധിച്ചു. പിന്നീട് ജെയിംസ് വെബ് നമ്മളെ ഞെട്ടിച്ച മറ്റൊരു ചിത്രമായിരുന്നു സ്മാക്സ് 0723. ഒരു മണൽത്തരിയെ നിങ്ങൾ ആകാശത്തേക്ക് ഉയർത്തിപ്പിടിച്ചാൽ ആ മണൽത്തരിയുടെ വലുപ്പത്തിൻ്റെ എത്ര ഭാഗം ആകാശത്ത് വരുമോ അത്രയും ചെറിയൊരു ഭാഗത്തിൻ്റെ ചിത്രമായിരുന്നു JWST അന്ന് പകർത്തിയത്. പക്ഷേ അതിൽ എന്തായിരുന്നു ഉണ്ടായിരുന്നതെന്നറിയാമോ? ആയിരക്കണക്കിന് ഗാലക്സികളായിരുന്നു. ഇത് നമ്മളെ പലതും ചിന്തിപ്പിക്കുകയും ചെയ്തു. ഈ പ്രപഞ്ചത്തിൽ നമ്മൾ എത്ര ചെറുതാണെന്നും എത്രയോ ഗാലക്സികളും എത്രയോ നക്ഷത്രങ്ങളും എത്രയോ ഗ്രഹങ്ങളും ഉണ്ടാകാമെന്നോ അതിൽ എത്രയോ ജീവജാലങ്ങൾ ഉണ്ടായിരിക്കാമെന്നും. അങ്ങനെ അനന്തമായ ബഹിരാകാശത്തേക്ക് കണ്ണും നട്ടിരുന്ന ജെയിംസ് വെബ് അനേകം എക്സോ പ്ലാനറ്റുകളെയും കണ്ടെത്തുകയുണ്ടായി. നമ്മുടെ സൗരയൂഥത്തിന് പുറത്തുള്ള അനേകം ഗ്രഹങ്ങൾ. ജെയിംസ് വെബിന് അവയുടെ അന്തരീക്ഷം പോലും വിശകലനം ചെയ്യുവാനും സാധിക്കുമായിരുന്നു. വാസ്പ് 96b എന്ന ഗ്രഹത്തിൻ്റെ അന്തരീക്ഷത്തിൽ ജലാംശമുണ്ടെന്ന് കണ്ടെത്തുകയും ചെയ്തു. ഭൂമിയിൽ നിന്നും ആയിരക്കണക്കിന് പ്രകാശവർഷം അകലെയുള്ള ഈ ഗ്രഹത്തിൽ ഇങ്ങനെയൊരു സാന്നിധ്യം വളരെ വലിയൊരു പ്രതീക്ഷയുമായിരുന്നു നമുക്ക് നൽകിയത്. ഭൂമിക്ക് പുറത്ത് ജീവൻ നിലനിൽക്കുവാൻ സാധ്യതയുണ്ടോ എന്ന കാലാകാലങ്ങളായുള്ള മനുഷ്യൻ്റെ ചോദ്യത്തിന് ഒരു പരിധി വരെയുള്ള ഉത്തരം നൽകുന്ന കണ്ടെത്തലുകളിലൊന്ന്. JWST പകർത്തിയ ഓരോ ചിത്രങ്ങൾക്കും ഓരോ കഥകളും പറയുവാനുണ്ടാകും. സ്റ്റീഫൻ സ്ക്വിനറ്റ് എന്ന 5 ഗാലക്സികളുടെ ചിത്രം അതിൽ വളരെ പ്രശസ്തമാണ് താനും. ഈ ഗാലക്സികൾ പരസ്പരം അടുക്കുകയും പിന്നീട് അകലുകയും ചെയ്യുന്നു. ഈ ഒരു ഡൈനാമിക് മൂവ്മെൻറ്റ് അതിൻ്റെ ചിത്രങ്ങളിൽ വളരെ വ്യക്തവുമായിരുന്നു. അത് നമ്മളെ ചിന്തിപ്പിക്കുന്നത് ഈ പ്രപഞ്ചം നിശ്ചലമല്ല എന്നും അത് എപ്പോഴും ചലനത്തിന് വിധേയമാണെന്നും നമ്മൾക്ക് അപ്രതീക്ഷിതമായ ചലനങ്ങൾ പോലും ഈ പ്രപഞ്ചത്തിൽ നടക്കുന്നുണ്ട് എന്നതുമായിരുന്നു. JWSTയുടെ ഈ കണ്ടെത്തലുകളൊന്നും വെറുതെ സംഭവിച്ചതുമായിരുന്നില്ല. പതിറ്റാണ്ടുകളുടെ കഠിനാധ്വാനവും ആയിരക്കണക്കിന് ശാസ്ത്രജ്ഞരുടെയും എഞ്ചിനീയർമാരുടെയും രാപ്പകലില്ലാത്ത പ്രയത്നത്തിൻ്റെ ഫലമായിരുന്നു ജെയിംസ് വെബ്. ഭൂമിയിൽ നിന്നും ഏകദേശം 15 ലക്ഷം കിലോമീറ്ററുകൾക്കകലെ സൂര്യനെയും ഭൂമിയെയും ഒരേപോലെ വലയം വെച്ചുകൊണ്ട് ഇന്നും JWST പ്രപഞ്ചത്തിൻ്റെ നിഗൂഢതയുടെ രഹസ്യങ്ങൾ നമുക്ക് മുൻപിലേക്ക് നൽകിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നു.
ഈ യാത്ര കേവലം യന്ത്രങ്ങളുടെയോ കണക്ക് കൂട്ടലുകളുടെയോ മാത്രമായിരുന്നില്ല. ഒരു മനുഷ്യൻ്റെ സ്വപ്നങ്ങളുടെ പ്രപഞ്ചത്തെ അറിയുവാനുള്ള ആഗ്രഹത്തിൻ്റെ കൂടി യാത്രയായിരുന്നു. ഓരോ ചിത്രവും നമ്മളിലേക്ക് വരുമ്പോൾ അത്ഭുതത്തോടു കൂടിയാണ് നമ്മളതിനെ നോക്കിക്കാണുന്നതും. ജെയിംസ് വെബ് ഇപ്പോഴും ഒരുപാട് രഹസ്യങ്ങൾ തേടി പഠനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നു. പ്രപഞ്ചത്തിൻ്റെ അതിരുകൾ തേടി ഒരു പക്ഷേ നമ്മുടെ ആഗ്രഹങ്ങൾക്ക് പോലും എത്തുവാൻ കഴിയാത്ത അത്ര ദൂരങ്ങളിലേക്ക്. ഒരു പക്ഷേ അടുത്ത തലമുറയിലെ കുട്ടികൾക്ക് ഇത് കൂടുതൽ അറിവുകളും നൽകിയേക്കാം. JWST നമുക്ക് നൽകിയ വലിയ സംഭാവനകൾ എന്താണ് എന്ന് ചോദിക്കുകയാണെങ്കിൽ അത് നമ്മുടെ കാഴ്ചപ്പാടിൽ വരുത്തിയ മാറ്റങ്ങളായിരുന്നു. പ്രപഞ്ചം എന്നത് കേവലം ഒരു ഇരുണ്ട ശൂന്യതയല്ലെന്നും അത് ജീവൻ തുടിക്കുന്ന അത്ഭുതങ്ങൾ ഒളിപ്പിച്ചു വെക്കുന്ന ഒരു ലോകമാണെന്നും അത് നമ്മളെ പഠിപ്പിക്കുകയും ചെയ്തു. നാം ജീവിക്കുന്ന ഈ ഭൂമി എത്ര ചെറുതാണെന്നും എന്നാൽ ഈ പ്രപഞ്ചം എത്ര വലുതാണെന്നും ഈ ചിത്രങ്ങൾ നമ്മളെ ഓർമ്മിപ്പിക്കുകയും ചെയ്യുന്നു. മനുഷ്യരാശിയുടെ ചരിത്രത്തിലെ ഒരു പുതിയ അധ്യായം തന്നെയായിരുന്നു JWST തുടങ്ങി വെച്ചതും. ഓരോ പുതിയ ചിത്രവും നമ്മളെ കൂടുതൽ ചിന്തിപ്പിക്കുകയും പ്രപഞ്ചത്തിൻ്റെ വിശാലതകളെക്കുറിച്ച് കൂടുതൽ അടുത്തറിയുവാൻ നമ്മളെ പ്രേരിപ്പിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. വീഡിയോ അവസാനിക്കുന്നതിന് മുമ്പ് ജെയിംസ് വെബ് പകർത്തിയ ചില അതിമനോഹരമായ ചിത്രങ്ങളും നമുക്ക് കാണുകയും ചെയ്യാം. സോ ഞാൻ ഈ വീഡിയോ കൺക്ലൂഡ് ചെയ്യുകയാണ്. വീഡിയോ കൺക്ലൂഡ് ചെയ്യുന്നതിന് മുമ്പ് നമ്മുടേത് വളരെ ചെറിയൊരു ചാനലാണ്. നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മുൻപോട്ട് പോകാനായിട്ട് സാധിക്കുകയുള്ളൂ. വീഡിയോയിൽ എന്തെങ്കിലും പോരായ്മകളുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി പറയുക. അതുപോലെ തന്നെ പറ്റുവാണെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യുകയൊക്കെ ചെയ്യണം ഞാൻ നിങ്ങളുടെ അടുത്ത് റിക്വസ്റ്റ് ചെയ്യണം. അപ്പോൾ ടാറ്റാ ബൈ ബൈ. നമുക്ക് അടുത്തൊരു വീഡിയോയിലോട്ട് കാണാം. എല്ലാവരും സന്തോഷത്തോടു കൂടി ഇരിക്കാം കേട്ടോ.